ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ കേട്ടതും കണ്ടതുമാണ് അരളിപ്പൂ കഴിച്ചിട്ട് ഒരു സഹോദരി മരണപ്പെട്ടത് അല്ലെ. അവര് യാത്ര പറയാൻ വേണ്ടിയിട്ട് UK-ലേക്ക് എവിടേക്ക് പോകുന്ന ഒരു സഹോദരി ആയിരുന്നു. ജോലി ആവശ്യാർത്ഥം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ യാത്ര പറയാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി തിരിച്ചു വന്നിട്ട് മൊബൈല് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അരളിപ്പൂവോ അതിന്റെ ഇലയോ വായലിട്ട് ചവച്ചിറക്കി. എന്നിട്ട് അങ്ങനെ എയർപോർട്ടിൽ പോയപ്പോൾ കൂടുതൽ അസ്വസ്ഥതയുണ്ടായി. അങ്ങനെ ആ സ്ത്രീ മരണപ്പെട്ടു. ഓക്കെ, ശരിക്കും ഈ അരളിപ്പൂ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പൊ തമിഴ്നാട്ടിലേക്കൊക്കെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഒരുപാട് കാണാറുണ്ട്. ഈ അരളിച്ചെടിയും അതിന്റെ പൂക്കളൊക്കെ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ അവിടെ ഇറക്കി വിട്ടിട്ട് വിശ്രമത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത്, ഫോട്ടോ എടുക്കുന്ന സമയത്ത്, അതുപോലെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇതിന്മേലെ കളിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം, ഈ അരളിപ്പൂ എന്നുള്ളത് വളരെ അപകടകാരിയാണ്. വളരെ അപകടകാരിയാണ്. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈലിൽ ഫോൺ വിളിച്ചിട്ട് കുളത്തിൽ വീഴുന്നവരുണ്ട്, കിണറ്റിൽ വീഴുന്നവരുണ്ട്. അതേപോലെ തന്നെ റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കുന്ന സമയത്ത് ട്രെയിൻ ഇടിച്ച ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമാണെന്ന്. കാരണം നമ്മളെല്ലാവരും അശ്രദ്ധയിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പറമ്പിലൊക്കെ അരളിപ്പൂ എന്നുള്ളത് വളരെയധികം അപകടകാരിയാണ്. അതിന്റെ ഇല, തണ്ട്, പൂവ് എല്ലാം ചെറിയ തോതിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരീരത്തിനെ വല്ലാതെ ബാധിക്കുകയും വയറിളക്കം ഉണ്ടാവാം, തളർച്ച ഉണ്ടാകാം, അങ്ങനെ വൊമിറ്റിംഗ്, ഒരുപാട് ബുദ്ധിമുട്ട് ചെറിയ തോതിൽ തന്നെ കഴിച്ചാലുണ്ടാകും. കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന് പെട്ടെന്ന് പ്രശ്നങ്ങൾ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. സാധാരണ രീതിയിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് 70 72 ഉണ്ട് എങ്കിൽ അത് പെട്ടെന്ന് ഡൗൺ ആയിട്ട് 40 വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മരണം വരെ സംഭവിക്കുന്ന ഒരു അപകടകാരിയായിട്ടുള്ള പൂക്കളാണ് ഈ അരളിപ്പൂ എന്നുള്ളത്. നിങ്ങളത് ശരിക്ക് ഈ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ വീട്ടിലാവട്ടെ, പരിസരത്തിലാവട്ടെ, നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ ഇപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഈ ഒരു പശുവും അതിന്റെ കുട്ടിയും അരളിപ്പൂ ചെടി കഴിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇതിന് മുന്നേയും ഇതുപോലെ ഒരു ആൺകുട്ടിയോ ഇതുപോലെ അരളിയുടെ ചെടി കഴിച്ചതിന് പിന്നാലെ വയറ്റിന്ന് ഒരുപാട് പോവുകയും പിന്നീട് കുട്ടി തളർന്ന് മരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകളാണ് ഇതെല്ലാം. അപ്പൊ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരു സൗന്ദര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചക്കൊക്കെ വേണ്ടിയിട്ട് ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. എല്ലാം എല്ലാത്തിനും പറ്റുന്നതല്ല എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ, പ്രത്യേകിച്ച് തമിഴ്നാട് മേഖലയിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും റോഡ് സൈഡുകളിൽ, ഹൈവേയുടെ മധ്യത്തിലൊക്കെ ഈ ചെടികൾ സുലഭമായി കാണുന്നതാണ്. നമ്മളൊരു രസത്തിന് വേണ്ടിയിട്ട് പലരും വീട്ടിൽ വളർത്താൻ പൊട്ടിച്ച് വാഹനത്തിൽ വെക്കും. എന്നിട്ട് അറിയാതെ നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇല പൊട്ടിക്കുകയോ അതല്ലെങ്കിൽ അതിന്റെ പൂവ് എടുത്തിട്ട് നമ്മൾ സ്മെല്ല് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കും. അതിനപ്പുറം തളർന്നു കിടക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിന് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്താണെങ്കിലും നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ നഷ്ടങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാം.